പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയുടെ കള്ളത്തരം കാമുകനുമായിട്ടുള്ള അവിഹിത ബന്ധമൊക്കെ നമ്മുടെ ആനി കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ തെളിവുകളൊക്കെ ആനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അനാമികയെ ഇനി എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരണം. അല്ല, അവളുടെ കള്ളത്തരവും അവളുടെ സൽസ്വഭാവിയായിട്ടുള്ള നടത്തവും പാവം പോലെയുള്ള നടത്തവും ഒക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൊളിച്ചെടുക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അനി. അങ്ങനെ ഈ കാര്യം ആദ്യം തന്നെ അമ്മയെ അറിയിക്കണം. കാരണം അമ്മയാണല്ലോ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനും അവളും തമ്മിലുള്ള ബന്ധം നന്നായി പോകാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മ ഈ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ടാണല്ലോ നന്ദുവിനോട് ഇത്ര ദേഷ്യമൊക്കെ ഉള്ളത്. അപ്പോൾ നന്ദുവിനേക്കാളും മോശം സ്വഭാവമാണ് ആണ് അനാമിക എന്നുള്ള തിരിച്ചറിവ് അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. കാരണം നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് താൻ സ്നേഹിക്കുന്ന സ്വന്തം മരുമകളാണ് എന്നുള്ളത് അമ്മയെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അനി. അങ്ങനെ അനി അനന്തപുരയിലേക്ക് വരികയാണ്. എന്നിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുറിയിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അനാമിക അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അനി ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്ന സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട്, പുറത്തൊക്കെ കറങ്ങിയിട്ട് വരുമായിരിക്കും. ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത് തന്നെ കുറവാണ്. രാത്രി തന്നെ വരുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. എന്നിട്ട് പുറത്തോട്ട് പോകും. പുറത്തല്ലേ പോയാലല്ലേ അവളെ വിളിക്കാനും അവളോട് കൊഞ്ചിക്കൊഴയാനും ഒക്കെ കഴിയത്തുള്ളൂ. ഇവിടെ നിന്നാൽ ഞാൻ കാണുമല്ലോ. അതിന് വേണ്ടിയിട്ടല്ലേ നീ അങ്ങോട്ട് പോകുന്നത്, പുറത്തോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അനിയെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ ആരെ കാണാൻ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. ഭാര്യ എന്നുള്ള ആ ഒരു അധികാരം വെച്ചിട്ട് എന്നോട് സംസാരിക്കാൻ വരണ്ട. പിന്നെ ആ ഒരു സംസാരിക്കാനുള്ള ഒരു യോഗ്യതയും തനിക്കില്ല. അതിനുള്ള എന്ത് ഇതാണ് നിനക്കുള്ളത് എന്നുള്ളത് ആദ്യം നീ എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കുക. എന്നിട്ട് നീ ചിലതൊക്കെ എനിക്ക് എല്ലാവരുടെയും അധികകാലം ഒന്നും നിലവിള ചമഞ്ഞ് നടക്കാൻ നിനക്ക് കഴിയില്ല എന്ന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അനി. അപ്പോൾ നീ എന്താണ് ഈ പറയുന്നത്? അതൊക്കെ നിൻ്റെ ഏട്ടത്തിയോട് പോയി പറഞ്ഞാൽ മതി. അവരാണല്ലോ പല രീതിയിൽ എല്ലാവരെയും ഇതാക്കിയിട്ട് നടക്കുന്നത്, നാടകം കളിക്കുന്നത്. ഇനി രാത്രിയൊക്കെ എങ്കിൽ രാത്രി, അല്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടത്തിക്ക് ഓരോന്നും വരയ്ക്കുക എന്നൊക്കെ ഇരിക്കുന്ന സ്വഭാവമുണ്ട്. ആരൊക്കെയാണ് വരുന്നത് കാണുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അവർക്കാണ് ചീത്ത സ്വഭാവമുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, മിണ്ടാതെ നിന്നോണം. എൻ്റെ ഏടത്തിയെക്കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും തനിക്കില്ല. അതിന് യോഗ്യതയില്ല എന്നുള്ള തെളിവ് സഹിതം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ നിനക്ക് കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിൽക്കാൻ സാധിക്കും. കുറച്ച് ദിവസത്തെ ആയുസ്സും മാത്രമേ നിനക്ക് ഈ വീട്ടിൽ നൽകാറുള്ളൂ എന്നൊക്കെ മറുപടി പറയുകയാണ്. ആ സമയത്ത് അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട്. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവന് വല്ല സംശയം തോന്നി ഇനി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ? ഞാൻ അവനെ കണ്ടത് ഇവൻ അറിഞ്ഞിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ പ്ലാനിങ് ഒന്നും നടക്കില്ല എന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക ആ ഒരു പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അനി ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി? ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് വല്ലാത്തൊരു ഭയം മുഖത്തുണ്ടല്ലോ. നീ എന്തൊക്കെയാ തെറ്റ് ചെയ്തിരുന്നത് എന്ന പോലെയാണല്ലോ മുഖത്തിൻ്റെ ഭാഗം കണ്ടാൽ. അങ്ങനെ മനസ്സിലാകുമല്ലോ. അപ്പോൾ എല്ലാം സത്യമാണല്ലേ? അപ്പോൾ നിൻ്റെ മുഖം പറയാതെ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ആദ്യം എൻ്റെ അമ്മയെ ഈ കാര്യം അറിയിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു ബഹളം കേട്ടിട്ടാണ് നമ്മുടെ ജാനകി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു ബഹളം? ഏതു നേരവും നീ ഇവളോട് തർക്കിക്കുകയാണല്ലോ. എൻ്റെ മോളെ നീ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ. അതും ആ മുട്ടച്ചിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പറയുന്ന സമയത്ത്, അമ്മേ, നിങ്ങൾ ആരുടെ സ്വഭാവത്തെക്കുറിച്ചാണ്, നിങ്ങൾ ആരെയൊക്കെയാണ് കുറ്റപ്പെടുത്തുന്നത്? അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത് പിന്നീടാണ് അമ്മയ്ക്ക് മനസ്സിലാകാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ മരുമോൾ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഇവളുണ്ടല്ലോ, എത്രത്തോളം ചതിയത്തിയാണെന്ന് എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല. അതിനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ തറവാട്ടിലെയും എല്ലാവരെയും അതുപോലെ എന്നെയും ഇവൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടി ഞാൻ കണ്ടു കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്ത് തെളിവാണ് നിനക്ക് കിട്ടിയത്? തെളിവുണ്ടെങ്കിൽ കാണിക്കടാ. അങ്ങനെ നിനക്കുള്ള ആ ഒരു തെളിവൊന്നും, നിന്നെക്കുറിച്ചുള്ള തെളിവിൻ്റെ പുറമെയുള്ള തെളിവുകളൊന്നും, വലിയ തെളിവൊന്നും എൻ്റെ കാര്യത്തിൽ നിനക്ക് കിട്ടില്ല. അത് എനിക്ക് ഉറപ്പാണ്. ഞാൻ അത്തരത്തിൽ നടക്കുന്ന ഒരാളല്ല. എന്നാലും രീതികളിലൊക്കെ
രീതി അങ്ങനെ ഒരു രീതിയിലൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാമിക ആ സമയത്ത് അനിയനോട് പറയുന്നുണ്ട്, നീ വല്ലാതെ ദേഷ്യം പിടിച്ചാൽ തെളിവ് സഹിതം ഇപ്പം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനാമിക ഒന്ന് പേടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ജാനകി പറയുന്നുണ്ട്, നീ എൻ്റെ മോളെ കുറിച്ചുള്ള എന്ത് തെളിവാടാ കൊണ്ടുവന്നിട്ടുള്ളത്? അതിനുള്ള എന്ത് തെളിവാ? നീ തെറ്റ് ചെയ്തതിനുള്ള എന്ത് തെളിവാ? അവള് ഒരു തെറ്റും ചെയ്യില്ലടാ. തെറ്റ് ചെയ്യുന്നത് നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. നീ ഏട്ടത്തിയെന്ന് വിളിച്ച് നടക്കുന്നവരാണ് ഏറ്റവും വലിയ ഈ ലോകത്തെ തെറ്റുകാരി. ഇനി അവരെ തിരഞ്ഞ് കാമുകന്മാർ വരാത്തതിൻ്റെ ഒരുത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അവന്മാർ ചെയ്യുന്നുണ്ടല്ലോ. ഇനി അതുകൊണ്ട് ഇതുണ്ട് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ജാനകി അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് അനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അനി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മരുമകൾ എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഇവളുണ്ടല്ലോ, എത്രത്തോളം വലിയ ചതിയത്തെയാണെന്നുള്ളതും എന്നെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ചില തെളിവൊക്കെ കണ്ടാൽ അമ്മയ്ക്ക് മനസ്സിലാകും എന്നൊക്കെ പറയുന്ന സമയത്ത്, കുറേ സമയമായല്ലോടാ നീ തെളിവ് എന്നൊക്കെ പറയുന്നത്, കാണിക്കടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സമയത്ത് അനിയുടെ രക്തം തിളച്ച് കയറിയിട്ട് എടുത്ത ആ ഫോട്ടോ ഒരു വീഡിയോ അനാമിക കാമുകൻ്റെ മടിയിൽ കിടക്കുന്ന ഒരു വീഡിയോ അനി കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ അനാമികയും ജാനകിയും മകൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അനാമിക പേടിച്ച് വിറച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, മോളെ നീയല്ലേ ഇത്? ആരാ ഈ നിൻ്റെ കൂടെ ഈ അവൻ്റെ മടിയിലാണ് കിടക്കുന്നത് കണ്ടുണ്ടല്ലോ, എന്ത് ബന്ധമാണ് നിനക്കുള്ളത്? എടി, നീ അനി പറയുന്നത് സത്യമല്ലേടി? എന്നെയും എൻ്റെ മകനെയും ചതിക്കുകയായിരുന്നല്ലേ? നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടല്ലേ ഉള്ളൂ. ഞാൻ അതിനെയും ഒക്കെ കുറ്റപ്പെടുത്തി എപ്പോഴും എല്ലായിടത്തും നിൻ്റെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ. നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത്, അയ്യോ ഇതെൻ്റെ സുഹൃത്താണ് അമ്മയെ, വേറെ ഒന്നുമല്ല, ഇവൾ വളച്ചൊടിച്ച് ഇതിനെ വേറെ അർത്ഥം ഉണ്ടാക്കുകയാണെന്ന്. എന്നാൽ മുട്ടച്ചിയെ കല്യാണം കഴിക്കുന്ന ഇവനെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, ഓ സുഹൃത്തുക്കളുടെ മടിയിൽ കിടന്നാണല്ലോ കൊഞ്ചിക്കുഴയുന്നത്, അവർക്ക് സുഹൃത്തുക്കൾ എന്നാണോ നിൻ്റെ ഭാഷയിൽ പറയുക എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകിയും ഒന്ന് ചൂടാകുന്നുണ്ട് അനാമികയോട്. ഈ തറവാട്ടിലുള്ള പെൺകുട്ടികളൊന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടില്ല. നീ എന്ത് കാര്യമാണ് ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ സത്യാവസ്ഥ എന്തേ എന്നുള്ളത് എനിക്ക് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഒരക്ഷരം എന്നോട് മിണ്ടിപ്പോകരുത്. വെറുതെയല്ല എൻ്റെ മോനെ നിന്നെ പറ്റാത്തത്. നിൻ്റെ സ്വഭാവം ഇതാണല്ലേടി? നീ ഞങ്ങളെ പറ്റിക്കുക